എവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 18 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. ഇന്നലെ ഒരു ബ്ലഡ് ബാത്താണ് ദലാൽ സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നും സ്ഥിതി വ്യത്യസ്തമാകില്ല എന്നാണ് US മാർക്കറ്റുകൾ കാണിച്ചു തരുന്നത്. HDFC ADR ഇന്നലെയും ഏകദേശം 9% മുകളിൽ ഇടിഞ്ഞു. ഡൗ ജോൺസ് തുടർച്ചയായ മൂന്നാം ദിവസവും ഡൗൺ ആയി. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.1% ഉയർന്നു. US ഡിസംബർ റീറ്റെയിൽ സെയിൽസ് സ്ട്രോങ്ങർ ദാൻ എക്സ്പെക്റ്റഡ് ആയിരുന്നു. എന്നിരുന്നാലും US ഫെഡ് വാച്ച് ടൂൾ പ്രകാരം മാർച്ചിലേക്കുള്ള റേറ്റ് കട്ടിനുള്ള സാധ്യതകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലേക്കും പോകാം. ആദ്യം നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. ആദ്യം സെൻസെക്സ് ഇന്നലെ 1620 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. അതായത് 18 മാസത്തിനിടയിലെ ഏറ്റവും വലിയ ഫോളായിരുന്നു ഇന്നലെ സെൻസെക്സിൽ കണ്ടത്. ആ വാർത്തയിലേക്ക്. സെൻസെക്സും നിഫ്റ്റിയും ഏകദേശം 2% മുകളിലാണ് ഇടിഞ്ഞത്. സെൻസെക്സ് 1620 പോയിന്റ്സ് ഇടിഞ്ഞ് 71,500-ലെത്തി. നിഫ്റ്റി 460 പോയിന്റ്സ് ഇടിഞ്ഞ് 21,571-ലുമാണ് എത്തിയത്. ഈ ഒരു ഇടിവിന് പ്രധാനപ്പെട്ട കാരണമായത് HDFC ബാങ്കിന്റെ നിരാശാജനകമായ Q3 റിസൾട്ടുകളായിരുന്നു. ഇതാണ് പ്രോഫിറ്റ് ബുക്കിംഗിലേക്ക് നയിച്ചത്. ഇതിനു പുറമെ നിരക്ക് കുറയ്ക്കുന്നത് സെൻട്രൽ ബാങ്ക് ജാഗ്രതാപരമായ സമീപനം സ്വീകരിക്കണമെന്ന് ഫെഡറൽ ഗവർണർ ക്രിസ്റ്റഫർ വാളർ ചൊവ്വാഴ്ച പറഞ്ഞത് നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതാണ്. ഇതും പ്രധാനപ്പെട്ട ഒരു കാരണമായി. ഈ വർഷം 6 റേറ്റ് കട്ടാണ് ഇൻവെസ്റ്റേഴ്സ് പ്രതീക്ഷിക്കുന്നത്. അതിനൊരു തിരിച്ചടി കൂടിയായിരിക്കുന്നു ഇതും മാർക്കറ്റിന്റെ ഇടിവിൽ മറ്റൊരു കാരണമാണ്. US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4% മുകളിലാണ് എന്നതും ചൈനയുടെ Q4 GDP സ്ലൈറ്റ്ലി എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തു എന്നതും കാരണങ്ങളാണ്. ഇന്ത്യൻ മാർക്കറ്റിന് പുറമെ വലിയ ഇടിവിലേക്ക് പോയ ഏഷ്യൻ മാർക്കറ്റുകൾ. ഹോങ്കോങ് മാർക്കറ്റ് 3.71% ഇടിഞ്ഞു. കോസ്പി മാർക്കറ്റ് 2.47% ഇടിഞ്ഞു. ചൈനീസ് മാർക്കറ്റ് 2% ഇടിഞ്ഞു. മറ്റൊരു വാർത്ത, അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഭക്ഷ്യവളം സബ്സിഡികൾക്കായി ഇന്ത്യ ഏകദേശം 4 ട്രില്യൺ രൂപ, അതായത് $48 ബില്യൺ നീക്കിവെച്ചേക്കുമെന്ന് 2 സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അടുത്ത വർഷത്തെ ഭക്ഷ്യ സബ്സിഡി ബിൽ 2.2 ട്രില്യൺ, അതായത് $26.52 ബില്യൺ കണക്കാക്കിയതായി പറയുന്നു. നിലവിൽ 2023-24 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 2 ട്രില്യൺ ആണ്. അതായത് ഭക്ഷ്യ സബ്സിഡി ബിൽ 10% കൂടുതലായിരിക്കും പുതിയ ബഡ്ജറ്റിൽ എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ അസംസ്കൃത എണ്ണയുടെ വില കുറയുന്നത് രാസവിള സബ്സിഡികൾ കുറയ്ക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്തായാലും റൂറൽ സ്പെൻഡിംഗ് വർദ്ധിക്കുകയും മെച്ചപ്പെട്ട കാർഷിക ഉൽപ്പാദനം ഉണ്ടാവുകയും ചെയ്യും. വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം ഈ വാർത്ത. മറ്റൊരു വാർത്തയിലേക്ക്. ഡിസംബറിലെ UK ഇൻഫ്ലേഷൻ റേറ്റ് 10 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. നവംബറിൽ 3.9% നിന്ന് ഡിസംബറിൽ 4% ഉയർന്നത്. റോയിറ്റേഴ്സ് പോൾ പ്രകാരം 3.8% എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെ ബീറ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ UK മാർക്കറ്റുകളൊക്കെ വലിയ രീതിയിലാണ് ഇടിവിലേക്ക് പോയത്. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ രാവിലെ അപ്ലോഡ് ചെയ്യുന്ന പ്രീ മാർക്കറ്റ് വീഡിയോസും മാത്രമല്ല നമ്മുടെ ലൈവ് സെഷനും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിനു പുറമെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിഫ്റ്റി ഇന്നലെ വലിയ ഫോളിലേക്കാണ് പോയത്. ഒരു ഗ്യാപ് ഡൗണിലാണ് തുടങ്ങിയത്. പിന്നീട് 460 പോയിന്റ്സിലേറെ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. 21,571-ൽ 2.09% നഷ്ടത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിൽ 13% വെയിറ്റേജ് ഉള്ള HDFC ബാങ്കിന്റെ ഇടിവ് തന്നെയാണ് വലിയ ആഘാതം നിഫ്റ്റിയിൽ ഉണ്ടാക്കിയത്. 20-ഡേ മൂവിംഗ് ആവറേജ് ഉള്ള ലെവലായ 21,629-ന് താഴേക്ക് പോയി ക്ലോസ് ചെയ്തു എന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു വീക്ക്നെസ് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത്, 20-ഡേ EMA ഉള്ളത് 21,550 ലെവലിലാണ്. അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നത് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ചെറിയ പോസിറ്റീവ് ഘടകമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അടുത്തത്, ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. 21,800-ലാണ് ഏറ്റവും അധികം ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ സൈഡിൽ രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 22,000-ലും അതിനുശേഷം 22,100-ലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,000-ലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 21,500-ലും അതിനുശേഷം 21,300-ലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസിന് സാധ്യതയുള്ളത് 21,800-ഉം ഡൗൺ സൈഡിൽ 21,500 ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ള സോണുമായിട്ടാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നത്. ഡെയിലി ക്യാൻഡിൽ നോക്കാം. ലോങ്ങർ അപ്പർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഒരു ഇൻവേർട്ടഡ് ഹാമറിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 2020 മെയ്ക്ക് ശേഷമുള്ള ഒരു സിംഗിൾ ഡേ വേഴ്സ്റ്റ് ഫോളാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ സാധിച്ചത്. ഇന്നലെ പ്രധാനപ്പെട്ട ഇടിവുണ്ടായത് ബാങ്കിങ് സ്പേസിൽ തന്നെയായിരുന്നു. 46,064-ൽ 4.28% ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. 40-ഡേ മൂവിംഗ് ആവറേജിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത് എന്നത് ഒരു നെഗറ്റീവ് തന്നെയാണ്.
ഇതുകൂടാതെ ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവിൽ ഒരു വീക്ക്നെസ് തന്നെയാണ് കാണിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 20 വീക്ക് ആവറേജ് ഉള്ളത് 45,400 റേഞ്ചിലാണ്. കൂടാതെ 45,900 മുതൽ 45,930 വരെ ഡൗൺ സൈഡിൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോൺ ആവാൻ സാധ്യതയുണ്ട്. അപ്പ് സൈഡിലേക്ക് വന്നാൽ 46,350 ഒരു ക്രൂഷ്യൽ സോൺ ആവാനും സാധ്യതയുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയിൽ കോൾ സൈഡിലും പുട്ട് സൈഡിലും ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ സ്ട്രൈക്കുകളിലേക്കാണ് വരുന്നത്. 46,100 കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ആദ്യത്തെ സ്ട്രൈക്ക്. അതിനുശേഷം 47,000 അതിനുശേഷം 48,000 പുട്ട് സൈഡിലേക്ക് വന്നാൽ 46,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000 അതിനുശേഷം 45,500 ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഇമീഡിയറ്റ് സപ്പോർട്ടിന് സാധ്യതയുള്ളത് 46,100 ഡൗൺ സൈഡിൽ 45,500 ഒരു സപ്പോർട്ടിന് സാധ്യതയുള്ള സോണായിട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നത്. ഇന്ത്യ വിക്സ് ഇന്നലെ 11% മുകളിലാണ് ഉയർന്നത്. 15.08 എന്ന നിലയിലായിരുന്നു ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. അടുത്തതായി ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകൾ, ഇന്നത്തെ Q3 റിസൾട്ടുകൾ, F&O ബാനായ സ്റ്റോക്കുകൾ എന്നിവയെല്ലാം നോക്കാം. അതിന് മുന്നേയായി നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. മാത്രമല്ല രാവിലത്തെ ഡെയിലി മാർക്കറ്റ് ന്യൂസിന് ശേഷം രാവിലെ 11:30 മുതൽ 3:30 വരെ നമ്മുടെ യൂട്യൂബ് ലൈവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സെഷനാണ് ഇപ്പോൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി Q3 റിസൾട്ടുകളിലേക്ക്. ആദ്യം LTI Mindtree. നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പയർ ചെയ്യുമ്പോൾ 0.6% വർധനവ് വന്നിട്ടുണ്ട്. 1,169.3 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഇപ്പോൾ ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 1.2% വർധനമാണ് ക്വാർട്ടർ ടു ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. 9,016.6 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു ടെക്സ്റ്റൈൽ കമ്പനിയുടെ റിസൾട്ട് ഇന്നലെ വന്നത് അലോക് ഇൻഡസ്ട്രീസ് ആയിരുന്നു. നെറ്റ് ലോസ് 229.2 കോടി രൂപയിലാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 249.83 കോടി രൂപയായിരുന്നു. റവന്യൂ അതിൽ 27% ഇടിവാണ് കാണുന്നത്. 1,253 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കാം. ആദ്യം പോളിക്യാപ് ഇന്ത്യ. ഇൻകം ടാക്സ് റെയ്ഡുമായി ബന്ധപ്പെട്ട് വലിയ ഡൗൺ ആയ സ്റ്റോക്കായിരുന്നു. ഇന്ന് റിസൾട്ടാണ്. ഇൻഡസിൻഡ് ബാങ്ക്, ടാറ്റ കമ്മ്യൂണിക്കേഷൻ, ജിൻഡാൽ സ്റ്റീൽസ്, മെട്രോ ബ്രാൻഡ്സ്, ഇന്ത്യ മാർട്ട്, ഇന്റർമെഷ്, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ്, രാമകൃഷ്ണ ഫോർജിങ്സ്, മാസ്റ്റെക്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഇന്നോവ ക്യാപ്ടാബ്, കെസോൾസ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കമ്പനികളുടെ റിസൾട്ടാണ് വരുന്നത്. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ. ആദ്യം NHPC 2024 ജനുവരി 18-19 തീയതികളിൽ ഓഫർ ഫോർ സെയിൽ വഴി സർക്കാർ ഉടമസ്ഥതയിലുള്ള ജലവൈദ്യുത കമ്പനിയായ NHPC ലിമിറ്റഡിന്റെ 3.5% ഓഹരികൾ വിൽക്കാൻ സർക്കാർ ഒരുങ്ങുന്നു. ഓഫർ പ്രൈസ് 66 രൂപയാണ്. മറ്റൊരു വാർത്ത അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചത്. 500 ബില്യൺ മുതൽ മുടക്കിൽ സംസ്ഥാനത്ത് ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നതിനായി അദാനി ഗ്രൂപ്പും മഹാരാഷ്ട്ര സർക്കാരും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഇന്ത്യയിൽ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ നിക്ഷേപമാണിത് എന്നാണ് പറയുന്നത്. അടുത്തത് റെയിൽടെൽ കോർപ്പറേഷൻ 824.2 മില്യൺ രൂപയുടെ വിലമതിക്കുന്ന വർക്ക് ഓർഡർ കമ്പനിക്ക് ലഭിച്ചു എന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. അടുത്തത് ഇൻഡിഗോ, സ്പൈസ് ജെറ്റ്, എയർ ഇന്ത്യ എന്നീ കമ്പനികളെ കുറിച്ചുള്ള നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. സ്പൈസ് ജെറ്റിനും എയർ ഇന്ത്യയ്ക്കും 30 ലക്ഷം രൂപ വീതം ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പിഴ ചുമത്തിയപ്പോൾ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇൻഡിഗോ എയർലൈൻസിന് 1.2 കോടി രൂപയാണ് പിഴ ചുമത്തിയത്. നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. അടുത്തത് മോത്തിലാൽ ഓഷ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്. Q3 ഫലങ്ങൾ പരിഗണിക്കുന്നതിന് ജനുവരി 24 ബോർഡ് യോഗം ചേരും. DLF Q3 റിസൾട്ടുകൾ പരിഗണിക്കുന്നതിനായിട്ട് ജനുവരി 24 തന്നെ അവരും യോഗം ചേരും എന്നറിയിച്ചിട്ടുണ്ട്. അംബുജ സിമെന്റിന്റെ വാർത്ത. 3ാം പാദ ഫലങ്ങൾ പരിഗണിക്കുന്നതിനായി ജനുവരി 31 ബോർഡ് യോഗം ചേരുന്നത്. ഇനി ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ നോക്കാം. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, സെയിൽ, ആദിത്യ ബിർള ഫാഷൻ, അശോക് ലൈലാൻഡ്, ബന്ധൻ ബാങ്ക്, ചെമ്പൽ ഫെർട്ടിലൈസർ, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോർപ്പർ, മെട്രോപോളിസ് ഹെൽത്ത് കെയർ, നാഷണൽ അലുമിനിയം, പോളിക്യാപ്, PVR ഇനോക്സ്, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്ത F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. F&O സെഗ്മെന്റിൽ നമ്മൾ പറഞ്ഞ വേദാന്ത ലിമിറ്റഡ് 270 PE ആയിരുന്നു പറഞ്ഞത്. ഫെബ്രുവരി സീരീസ് ആയിരുന്നു. എൻട്രി എടുക്കുന്നത് 267.55 എന്ന നിലയിൽ. സ്റ്റോക്ക് 263.60 വരെയാണ് ഡൗൺ ആയത്. നല്ല പ്രോഫിറ്റാണ് നമുക്ക് വേദാന്തയിൽ ലഭിച്ചത്. ഇന്നലെ സ്വിംഗ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് അത്ര നല്ലൊരു ദിവസമായിരുന്നില്ല. നമ്മുടെ കുറച്ച് സ്റ്റോക്കുകൾ ഡൗൺ ആയെങ്കിലും പ്രീകോൾ എന്ന സ്റ്റോക്ക് നമ്മൾ ഇന്നലെ ഇൻട്രാഡേയിൽ തന്നത് 362.9 എന്ന നിലയിൽ തന്ന്
380 വരെ സ്റ്റോക്ക് അപ്പായി ഏകദേശം 4.5% മുകളിലാണ് പ്രോഫിറ്റായി നമുക്ക് ഇൻട്രാഡേയിൽ ലഭിച്ചത്. ഇത്ര വലുതായി ഫോളോ ആയപ്പോഴും പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകൾ കൂടി നോക്കാം. NHPC എൻട്രി എടുക്കുന്ന 71.25 എന്ന നിലയിൽ, ടാർഗറ്റ് 74 ആയിരുന്നു. ഇന്നലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഹഡ്കോ ആയിരുന്നു. ഹഡ്കോയിൽ എൻട്രി എടുക്കുന്നത് 130.3 എന്ന നിലയിൽ ജനുവരി 11 140 വരെ സ്റ്റോക്ക് അപ്പായി നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റാണ് നമുക്ക് ഹഡ്കോയിലും ലഭിച്ചത്. ഇന്നലത്തെ സ്റ്റോക്കുകളുടെ ഒരു ഡീറ്റെയിൽസ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS ഇന്നലെ ഭീകരമായ സെല്ലിങ്ങിലായിരുന്നു. 10,578 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്ത്. DIS ആവട്ടെ മാർക്കറ്റിനെ വീണ്ടും പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. 4,000 കോടി രൂപയ്ക്കാണ് അവർ ബൈ ചെയ്തത്. FIS ബൈയിങ്ങിലേക്ക് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. US മാർക്കറ്റിലേക്ക് തുടർച്ചയായ 3-ാം ദിവസവും നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത് US മാർക്കറ്റുകൾ. ഡൗ ജോൺസ് 0.25% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. നാസ്ഡാക്ക് 0.59%, S&P 500 0.69% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഇന്നലെ US നിന്നും പുറത്തു വന്ന ഡാറ്റ US റീറ്റെയിൽ സെയിൽസ് ആയിരുന്നു. ഡിസംബറിൽ പ്രതീക്ഷിച്ചതിലും കൂടുതലായി 0.6% ഉയർന്നിരിക്കുന്നു. മോട്ടോർ വെഹിക്കിളും ഓൺലൈൻ പർച്ചേസുമാണ് വർധനവിന് കാരണം. കോർ റീറ്റെയിൽ സെയിൽസിലും 0.8% വർധനമാണ് കാണുന്നത്. എന്തായാലും ഒരു സോളിഡ് ഗ്രോത്ത് ആണ് എക്കോണമിയിൽ ഈ ഡാറ്റ കാണിച്ചു തരുന്നത്. പക്ഷേ ഈ ഡാറ്റ കൊണ്ടൊന്നും മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. കാരണം US 10-year ട്രഷറി ബോണ്ട് ഈൽഡുകൾ 4.1% ഉയർന്നു. CME ഫെഡ് വാച്ച് ടൂൾ പ്രകാരം ഇപ്പോൾ മാർച്ചിൽ വെറും 56% റേറ്റ് കട്ടിനാണ് സാധ്യതയുള്ളത്. ഇന്നലെ അത് 65% അത് നമ്മൾ പ്രീ മാർക്കറ്റിൽ പറഞ്ഞതുമാണ്. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ US മാർക്കറ്റുകൾ വലുതായി ഇന്നലെ ഇടിവിലേക്ക് പോയി. ഈ ഒരു ഇടിവ് ഇന്ത്യൻ ADR സ്റ്റോക്കുകളെയും വലുതായി തന്നെ ബാധിച്ചു. ഇന്നലെയും HDFC ബാങ്ക് 9% ഇടിവാണ് ഉണ്ടാക്കിയത്. 2 ദിവസം കൊണ്ട് HDFC ADR അവിടെ 15% ഇടിയുകയുണ്ടായി. ഇനി ICICI ബാങ്ക് 2% ഇടിഞ്ഞത്. ആക്സിസ് ബാങ്ക് 3.71% ഇടിഞ്ഞു. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.36% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഇൻഫോസിസിന് മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചത്. വിപ്രോ 1% ഇടിവുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 2% ഇടിവുണ്ടാക്കി. അടുത്തതായി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സിലേക്ക് വരാം. ഡൗ ജോൺസ് 0.01% അപ്സൈഡിലാണുള്ളത്. S&P 500 ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ. നാസ്ഡാക്ക് 0.03% ഡൗൺ സൈഡിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ. ബ്രിട്ടന്റെ FTSE ഇൻഡെക്സ് 1.5% ഇടിഞ്ഞു. UK ഇൻഫ്ലേഷൻ അൺഎക്സ്പെക്റ്റഡ് ആയി 4% എത്തിയതാണ് ഇതിന് കാരണമായത്. അത് നമ്മൾ മാർക്കറ്റ് ന്യൂസിൽ പറഞ്ഞു. മറ്റ് യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഫ്രാൻസ് മാർക്കറ്റ് CAC 1.07% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് DAX 0.84% ഇടിഞ്ഞു. സ്റ്റോക്ക് 600 1.1% ഇടിഞ്ഞത്. മൈനിങ് സ്റ്റോക്കുകളാണ് അവിടെ വലിയ നഷ്ടം ഇന്നലെ ഉണ്ടാക്കിയത്. ഏകദേശം 2% അവിടെ ഇടിയുകയുണ്ടായി. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് പോസിറ്റീവിലാണ്. DAX 0.10% അപ്സൈഡിലും. CAC 0.03% ഉയർന്നും. FTSE 0.06% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഒരു മിക്സഡ് ആയിട്ടാണ് ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഏഷ്യൻ യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഒരു ബിഗ് ഫോളിലേക്കാണ് പോയത്. ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നും അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ പുറത്തു വരാനുണ്ട്. എന്നിരുന്നാലും തുടർച്ചയായ 5-ാം ദിവസവും ഡാറ്റയ്ക്ക് മുന്നോടിയായി ഓസ്ട്രേലിയൻ മാർക്കറ്റ് ഇടിവിൽ തന്നെയാണ്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 21,440 139 പോയിന്റ്സിന്റെ ഡൗൺ സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നിഫ്റ്റിയിൽ ഇന്ന് ഒരു 145 മുതൽ 155 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ആണ് ഇന്നും പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. നിക്കി മാർക്കറ്റ് ജപ്പാൻ മാർക്കറ്റ് ഉള്ളത് 0.01% ഇടിവിലാണ്. തായ്വാൻ മാർക്കറ്റ് 0.74% ഉയർന്നും. കോസ്പി മാർക്കറ്റ് 0.53% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ. നോർത്ത് ഡക്കോത്തയിൽ കാണുന്നത് പോലെ അതിശൈത്യമായ താപനില എണ്ണ ഉൽപ്പാദനത്തിനെ സാരമായി ബാധിക്കും. അവിടെ 0 ഡിഗ്രി ഫാരൻഹീറ്റിന് താഴെയുള്ള താപനില കാരണം പ്രതിദിനം 6,50,000 മുതൽ 7 ലക്ഷം ബാരൽ വരെ ഉൽപ്പാദനം കുറയാനുള്ള സാഹചര്യമാണുള്ളത്. കൂടാതെ ചൈനയിലെ നിരാശാജനകമായ സാമ്പത്തിക വളർച്ച ഊർജ്ജ ആവശ്യകതയെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $78.09 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.04% അപ്സൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. WTI ഉള്ളത് $72.79 പെർ ബാരൽ എന്ന നിലയിൽ 0.43% ഉയർന്നുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ബാക്കിയുള്ളതെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.